ഹലോ, നമസ്കാരം. ഇന്ന് നമ്മുടെ 2025 ലാസ്റ്റ് ദിവസമാണ്. നാളെ രാവിലെ 2026 തുടക്കം. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അറിയാമോ, 2025 എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറേ സങ്കടങ്ങളുണ്ടായിരുന്നു, കുറേ സന്തോഷങ്ങളുണ്ടായിരുന്നു. അതിലുപരി ഞാൻ സ്വപ്നം കാണാൻ പറ്റാത്ത സ്ഥലങ്ങൾ പോയി. അങ്ങനെ എനിക്ക് ഒരുപാട് ഭാഗ്യം എനിക്കുണ്ട്. എൻ്റെ മക്കളൊക്കെ ഭാഗ്യങ്ങളെല്ലാം ഉണ്ടായത്. അപ്പം 26 ഉണർന്നു വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ നല്ലത് മാത്രം ചിന്തിച്ചുകൊണ്ട് നല്ലത് മാത്രം വരുത്തട്ടെ എന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള ആർക്കും ഒരാപത്തും വരുത്തരുതെന്ന് എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റുന്നുള്ളവരെ സഹായിച്ചും വെറുതെ സഹായ വാഗ്ദാനങ്ങൾ കൊടുക്കാതെ പറ്റുമെങ്കിൽ മാത്രം അവരെ സഹായിച്ച് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ 2026 ഞാൻ കുറേ രാജ്യങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം എനിക്ക് 2026 കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിടിതരാതെ നിൽക്കുകയാണ് പുള്ളിക്കാരി. പിന്നെ 26 എൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവർക്കും 2025 ഒരുപാട് ദുരനുഭവങ്ങളും ഒരുപാട് നല്ല എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ. 2025 ന്യൂ ഇയർ ആഘോഷിക്കാൻ ഞാൻ ദുബായിൽ പോയി. ന്യൂ ഇയർ ആഘോഷിക്കാൻ ഊട്ടിയിലായിരുന്നു. 27-ാം തീയതി പോയിട്ട് 31-ാം തീയതി ഇരുന്ന് ന്യൂ ഇയർ ആഘോഷിച്ചു. 1-ാം തീയതിയാണ് ഞങ്ങൾ എല്ലാവരും ഫാമിലിയായിട്ട് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാ വർഷവും 2024 വരെയും ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് കാണില്ല. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും അതർ കൺട്രിയിലോ അല്ലെങ്കിൽ അത് മറ്റുള്ള സംസ്ഥാനങ്ങളോ എവിടെയെങ്കിലുമൊക്കെ പോയി ന്യൂ ഇയർ ആഘോഷിക്കുമായിരുന്നു. അടിപൊളിയായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ന്യൂ ഇയർ ആഘോഷിക്കുമായിരുന്നു. പക്ഷേ ഈ വർഷം 2025 ഞാൻ ന്യൂ ഇയർ ആഘോഷിക്കാൻ ഒരു സ്ഥലത്തും ഞാൻ പോകുന്നില്ല. കാര്യം ഞാനും എൻ്റെ ചേട്ടനും മാത്രമാണ് വീട്ടിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ ഉള്ളത്. പക്ഷേ ചേട്ടന് ഫ്രണ്ട്സുകളുടെ കൂടെ ഇന്ന് എന്തോ ഗ്രാൻഡ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാനൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു, വരണം, പങ്കെടുക്കണം, ഫംഗ്ഷനിൽ വരണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒന്നിനും പങ്കെടുക്കാൻ പോയില്ല. ഓഫീസ് വിട്ട് നേരെ വീട്ടിൽ വന്നു. വരുന്ന വഴിക്ക് ഞാൻ ഒരു 60 രൂപയുള്ളൂ ഒരു ഷവർമ്മ മേടിച്ചു. ഇന്ന് ആ ഷവർമ്മയും ഒരു കപ്പ് ചായയും കുടിച്ച് എൻ്റെ 2025 31 അങ്ങനെ അവസാനിക്കുന്നു. ഇതാണ് എൻ്റെ. പോകണമെങ്കിൽ പോകാമായിരുന്നു, എവിടെ വേണമെങ്കിലും എനിക്ക് പോകാമായിരുന്നു. ഹസ്ബൻഡ് ഫുൾ പെർമിഷൻ തന്നിട്ടുണ്ട്, പോകാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പോകാൻ താല്പര്യമില്ല, പോകുന്നില്ല. ഇന്ന് എൻ്റെ വീട്ടിലിരുന്ന് എനിക്ക് സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് നേരത്തെ ഉറങ്ങണമെന്നാണ് എൻ്റെ ഒരു തീരുമാനം. അപ്പോൾ ഓക്കെ, ബൈ.